ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. 9ാം ക്ലാസ് ഒക്കെ എത്തിയില്ലേ, പഠിക്കാനൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ടു ലൈഫ് പ്രോസസ് അഥവാ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? എല്ലാവരും റെഡിയാണോ? ഓക്കെ. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ കാണുന്ന സമയത്ത് അതിന് ജീവനുണ്ടോ, അതിന് ജീവൻ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? എന്നാൽ നമുക്ക് ഒരു സാധനം, ഒരു വസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിൽക്കുന്ന സമയത്ത് അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അല്ലേ? ഫസ്റ്റ് വൺ മൂവ്മെന്റ്സ് അല്ലേ? ആ ഒരു വസ്തു ചലിക്കുന്നു, സ്വയം ചലിക്കുന്നുണ്ടെങ്കിൽ, അതിനൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പറയാം, അതിന് ജീവൻ ഉണ്ടെന്ന് പറയാം അല്ലേ? നമുക്ക് ജീവനുണ്ട്, നമുക്ക് റെസ്പിറേഷൻ അല്ലേ? നമ്മളുടെ ലങ്സ്, റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാ? ലങ്സിൽ അല്ലേ? അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയും നമുക്ക് മനസ്സിലാക്കാം എന്ത് ജീവൻ ഉണ്ടോ എന്ന്. എന്തെങ്കിലും അസുഖം വന്നിട്ട് എമർജൻസി കേസൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ മൂക്കിന് ഇവിടെ കൈവച്ച് നോക്കും അല്ലേ? പാരൻസോ ആരെങ്കിലും ഒക്കെ ആ സമയത്ത് ശ്വാസം ഉണ്ടെങ്കിൽ ഇനിയാൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ? അപ്പം ഒരു വസ്തുവിന് ജീവനുണ്ട് അല്ലെങ്കിൽ ജീവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആദ്യം പറയുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ സൈൻ ഓഫ് ലൈഫ് എന്താണ്? ജീവന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മൂവ്മെന്റ്സ്. ഒരു വസ്തുവിന് ചലനമുണ്ടെങ്കിൽ അതിന് ജീവനുണ്ടെന്ന് നമുക്ക് പറയാം. then അടുത്തത് റെസ്പിറേഷൻ അല്ലേ? ഒരു വസ്തു ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ജീവനുണ്ടെന്ന് നമുക്ക് പറയാം. റെസ്പോൺസ് അല്ലേ? നമ്മളൊന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ്, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത് പ്രതികരിക്കുക, അതായത് നമ്മളൊന്ന് പതുക്കെ നുള്ളുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രതികരണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ജീവനുണ്ടെന്ന് പറയാം. then അടുത്തത് റീപ്രൊഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ വസ്തുവിന് ജീവനുണ്ടെന്ന് പറയാം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുള്ളൂ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി, എക്സാമിനൊന്നും വരാൻ സാധ്യതയില്ലാത്ത ഭാഗമാണ്. അപ്പോൾ സൈൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കുക. then അടുത്തത് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഒരുപാട് പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? ഇതിനൊക്കെ എന്ത് വേണം? എനർജി വേണം അല്ലേ? ആ എനർജിയും പല പല പ്രോസസ്സുകളും ഒക്കെ നടക്കുന്നതിന് ഫലമായിട്ടാണ് നമ്മൾ ആക്റ്റീവായിട്ടും നമ്മളുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും കറക്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് സെല്ലാണ് അഥവാ കോശമാണ്. നമ്മളുടെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ സെല്ലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂലേക്ക് ചെല്ലുന്നത്. ടിഷ്യൂ അഥവാ കലകളിലേക്ക് പോകുന്നു. ആ കലകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഓർഗൻ ഉണ്ടാവുന്നു. ഓർഗൻ അല്ലെങ്കിൽ അവയവം ഉണ്ടാവുന്നു. അവയവങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ്യവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നതിന് ഫലമായിട്ടാണ് ടിഷ്യൂ ആയിട്ടും ഓർഗനായിട്ടും ഓർഗൻ സിസ്റ്റം ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? മോളിക്യൂൾസ് വേണ്ടേ? നമ്മുടെ ശരീരത്തിലെ സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോസസ്സ്, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? മോളിക്യൂൾസ് വേണം അല്ലേ? ഓക്കെ, ആ മോളിക്യൂൾസിന് പറയുന്ന പേരാണ് ബയോ മോളിക്യൂൾസ്. കേട്ടിട്ടുണ്ടോ? 8ാം ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും ബയോ മോളിക്യൂൾസ് അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തിലെ സെല്ലിൻ്റെ ഉള്ളിലെ കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്ന മോളിക്യൂൾസിന് പറയുന്ന പേരാണ് ബയോ മോളിക്യൂൾസ്. മോളിക്യൂൾസ് ഒരു 3-4 ടൈപ്സ് ഉണ്ട്. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ബയോ മോളിക്യൂൾസ്. എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ഭാഗം കേട്ടോ, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലാതെ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ബയോമോളിക്യൂൾസ് എവിടെയാണ്? സെല്ലിൻ്റെ ഉള്ളിൽ അല്ലേ? ആ സെല്ലിൻ്റെ ഉള്ളിലെ ബയോമോളിക്യൂൾസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു? 1, 2, 3, 4 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തേത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ്. ഒന്നാമത്തെയാണ് കാർബോഹൈഡ്രേറ്റ്സ്. രണ്ടാമത്തത് ലിപ്പിഡ്സ്. 3 പ്രോട്ടീന്. 4ആമത്തത് ന്യൂക്ലിക് ആസിഡ്. ഇതൊക്കെ കേട്ടിട്ടുള്ള പേരാണ് അല്ലേ? 8ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ കുറേ കേട്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നത് ഏതൊക്കെയാ നോക്കാം. ഏതൊക്കെയാ? ഗ്ലൂക്കോസ് വരുന്നുണ്ട് അല്ലേ? ഗ്ലൂക്കോസ് അറിയില്ലേ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇത്രയും കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് കേട്ടോ. അത് ബയോമോളിക്യൂൾസ് ആണ് ഈ 4 കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് വരുന്നത് ഗ്ലൂക്കോസ് വരുന്നുണ്ട്, ഫ്രക്ടോസ് വരുന്നുണ്ട്, സൂക്രോസ് വരുന്നുണ്ട്, സ്റ്റാർച്ച് വരുന്നുണ്ട്, സെല്ലുലോസ് വരുന്നുണ്ട്. then അടുത്തത് ലിപ്പിഡ്സ്. ലിപ്പിഡ്സിൽ വരുന്നത് 2 കാര്യമാണ്, ഫാറ്റ്സും ഓയിൽസും. കൊഴുപ്പ്, മലയാളംകാർക്ക് കൊഴുപ്പ് എന്ന് പറയും. കൊഴുപ്പ്
ഓയിൽസ് എന്താ? എണ്ണ. എണ്ണകൾക്ക് പറയുന്നതാണ് ഇത്. ഈ കൊഴുപ്പും എണ്ണയൊക്കെ ഉൾപ്പെടുന്ന ഏത് ബയോമോളിക്യൂൾസിലാ? ലിപ്പിഡ്സിലാണ് കേട്ടോ. ദെൻ അടുത്തത് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബംഗാളിയെ പോലെയാണ് കേട്ടോ. ബംഗാളി എന്താ? സകല പണി എടുക്കും അല്ലേ? ബംഗാളീസാണ് ഇപ്പോൾ നമ്മളുടെ ഓരോ പണികൾക്കൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരില്ലേ? ഷടപട എന്ന് പറഞ്ഞിട്ട് പണികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീർക്കും അല്ലേ? തേപ്പ് പണിക്കാണെങ്കിൽ, വീട് പണിക്കാണെങ്കിൽ, എന്ത് പണിക്കും അവർ ഉഷാറാണ്. അതുപോലെ ശരീരത്തിലൊരു ബംഗാളിയാണ് ആര്? പ്രോട്ടീൻ. എന്ത് ആക്ടിവിറ്റിയും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ വരുന്നതാണ് എൻസൈം ആവുന്നുണ്ട്. ചില സമയത്ത് പ്രോട്ടീൻ എൻസൈമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ചില സമയത്ത് ഹോർമോൺ ആവുന്നുണ്ട് പ്രോട്ടീന്, ചില സമയത്ത് ആൻറ്റിബോഡീസ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, ചില സമയത്ത് എന്താ ഇത് എൻസൈമും ഹോർമോണും ആൻറ്റിബോഡീസും ഒക്കെ ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? പ്രോട്ടീൻ പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ അടുത്തത് ന്യൂക്ലിക് ആസിഡ് ആണ്, ലാസ്റ്റ് വൺ. ന്യൂക്ലിക് ആസിഡ് രണ്ടെണ്ണേ ഉള്ളൂ. ഏതൊക്കെയാ? DNA, RNA. രണ്ട് ന്യൂക്ലിക് ആസിഡാണ് നമ്മുടെ ശരീരത്തിലുള്ള. ഏതൊക്കെയാ? DNA-യും RNA-യും. DNA-ന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 10ാം ക്ലാസ് എത്തുമ്പോൾ DNA എന്താണ്, RNA എന്താണ്, DNA-ക്ക് ഒരുപാട് ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അത് 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കണം. ബയോമോളിക്യൂൾസ് എവിടെയാണ് കാണപ്പെടുന്നത്? സെല്ലിൻ്റെ ഉള്ളിൽ അല്ലേ? സെല്ലിൻ്റെ ഉള്ളിലെ എല്ലാ കെമിക്കൽ റിയാക്ഷനും സഹായിക്കുന്ന മോളിക്യൂൾസിന് പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ഓക്കെ, ബയോമോളിക്യൂൾസ് ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട് അല്ലേ? ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരെ ആലോചിച്ച് വെക്കണം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. ലിപ്പിഡ്സിൽ വരുന്നത് ഫാറ്റും ഓയിൽസും ആണ്. ദെൻ അടുത്തത് പ്രോട്ടീനിൽ വരുന്നത് എൻസൈമും ഹോർമോൺസും ആണ്. ദെൻ ന്യൂക്ലിക് ആസിഡിൽ വരുന്നതാണ് DNA-യും RNA-യും. ഇപ്പം ഇത്രയും കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത ഭാഗത്തേക്ക് പോവാം. എന്താ? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് പറയില്ലേ? നമ്മളെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് മെറ്റബോളിസം. ഓക്കെ, നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, ആ മെറ്റബോളിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ മെറ്റബോളിസം എന്ന പ്രോസസ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ആനബോളിസം, രണ്ടാമത്തത് ടെക്സ്റ്റിൽ വിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ മെറ്റബോളിസത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആനബോളിസം, രണ്ടാമത്തത് കാറ്റബോളിസം. ഓക്കെ, ആനബോളിസവും കാറ്റബോളിസവും. ദെൻ ഇതിന് എക്സാമ്പിൾ എന്താ? ആനബോളിസം കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ അറിയോ? ആനബോളിസം നിങ്ങളൊരു ലഡു ആലോചിച്ച് നോക്കുക. ലഡു നമ്മളിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ എന്താ? പൊടിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ തരികളാണ് അല്ലേ? ആ ചെറിയ തരികൾ ചേർത്ത് വെച്ചാണ് ലഡു ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഓരോ ചെറിയ തരികൾ ചേർത്ത് ഒരു വലിയൊരു പ്രൊഡക്റ്റായി മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആനബോളിസം എന്ന് പറയുന്നത്. ആനബോളിസം കുറച്ച് ഘടകങ്ങൾ കൂടി ചേർന്നിട്ട് മറ്റൊരു കമ്പോണൻ്റായി മാറുന്നതിനെയാണ് ആനബോളിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കാറ്റബോളിസം. ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് കാറ്റബോളിസത്തിൽ ചേരുന്നത്. ഇവിടെ വരുന്നത് സിന്തസിസ് ആണ്, നിർമ്മാണമാണ് വരുന്നത് കേട്ടോ. ഇവിടെ വരുന്നത് സിന്തസിസ് ആണ്, ഇവിടെ വരുന്നത് ബ്രേക്ക് ഡൗൺ ആണ്. ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഒരു വ്യത്യാസമുള്ളൂ. ഇവിടെ നിർമ്മാണമാണ് വരുന്നത്. സിന്തസിസ് അല്ലെങ്കിൽ നിർമ്മാണം. ഇവിടെ വരുന്നത് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ വിഘടനമാണ് വരുന്നത്. ഈ രണ്ട് ഡിഫറൻസ് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, മെറ്റബോളിസത്തെ രണ്ടായിട്ട്. മെറ്റബോളിസം എന്താ? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന്. മെറ്റബോളിസത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ആനബോളിസം ആൻഡ് കാറ്റബോളിസം. ഓക്കെ, ആനബോളിസം എന്ന് പറഞ്ഞാൽ സിന്തസിസിലെ ഒരു സാധനം, കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക. ലഡുവിൻ്റെ തരികൾ ചേർത്ത് ഒരു വലിയ ലഡുവാക്കി മാറ്റുന്നതിനെയാണ് ആനബോളിസം എന്ന് പറയുന്നത്. അത് ഈ ലഡുവിനെ പൊടിച്ച് ഓരോ മണികളാക്കി മാറ്റുന്നതിന് എന്ത് പറയും? കാറ്റബോളിസം. കാറ്റബോളിസത്തിൽ ബ്രേക്ക് ഡൗണും ആനബോളിസത്തിൽ സിന്തസിസും ആണ് നടക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലാന്റിന്റെ സിന്തസിസ്. പ്ലാന്റ് സിന്തസിസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സിലെ ഒരു സിന്തസിസിന് പറയുന്ന പേരെന്തായിരുന്നു? ഫോട്ടോസിന്തസിസ്. അപ്പം ആനബോളിസത്തിന്റെ എക്സാമ്പിൾ ആണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആനബോളിസത്തിന്റെ. എന്താ? അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. then അടുത്തത് കാറ്റബോളിസത്തിൽ ബ്രേക്ക് ഡൗൺ അല്ലേ വരുന്നത്? വിഘടനമാണ് വരുന്നത് അല്ലേ? അതായത്
പ്രോട്ടീൻ എന്തൊക്കെ ചേർന്നിട്ടാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്? അമിനോ ആസിഡുകൾ പോലെ, മുത്തുകൾ പോലെയാണ് അമിനോ ആസിഡ് അല്ലേ? ഈ അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? ആ അമിനോ ആസിഡിന്റെ അല്ല ആ പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗണിന് എന്ത് പറയുന്നു? കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇങ്ങനെ ഒരു മാല പൊട്ടിയാൽ എന്താ ചെയ്യുക? മാല പൊട്ടിയാൽ മുത്തുകൾ ഇങ്ങനെ വിതറി വിഘടിച്ചങ്ങോട്ട് മാറും അല്ലേ? അതുപോലെ തന്നെ പ്രോട്ടീനെ എന്താ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ ആണ് കാറ്റബോളിസം. കാറ്റബോളിസത്തിന്റെ എക്സാമ്പിൾ ആണ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ ബ്രേക്ക് ആയിട്ട് എന്തുണ്ടാവുന്നു? അമിനോ ആസിഡ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ഇന്ന് എടുക്കുന്നത് ഇത്രയും പോർഷനേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആകെ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം ഏതാ? ഫസ്റ്റത്തെ ബയോമോളിക്യൂൾസ് ഏതാണെന്ന് ആലോചിക്കണം. ബയോമോളിക്യൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽസിനുള്ളിലെ കെമിക്കൽ റിയാക്ഷന് സഹായിക്കുന്ന മോളിക്യൂൾസ് ആണ് ബയോമോളിക്യൂൾസ്. അത് 4 ഓർത്ത് വെച്ചിരിക്കുക. അതിനുള്ളിൽ പെടുന്ന മറ്റു കമ്പോണൻസും ആലോചിച്ച് വെക്കണം. ദെൻ അടുത്തത് മെറ്റബോളിസം എന്താണെന്ന് ആലോചിക്കണം. മെറ്റബോളിസം എന്ന് പറയുന്നതിൻ്റെ എല്ലാ കെമിക്കൽ റിയാക്ഷനും പറയുന്ന പേരാണ് മെറ്റബോളിസം എന്നും. മെറ്റബോളിസത്തിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ആനബോളിസവും കാറ്റബോളിസവും. ഇവിടെ ആനബോളിസത്തിന് എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് ആണ്. ആനബോളിസത്തിൽ എന്ന് നടക്കുന്നത് സിന്തസിസ് അല്ലേ, നിർമ്മാണമാണ് നടക്കുന്നത്. കാറ്റബോളിസത്തിൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ വിഘടനമാണ് നടക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ ഫോട്ടോസിന്തസിസ് പറയാം, ഇവിടെ പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ പറയാം. ഓക്കെ, ദാ മെറ്റബോളിസം, ആനബോളിസം, കാറ്റബോളിസം. പ്രോട്ടീൻ്റെ വിഘടനത്തിന് പറയുന്ന പേരെന്താ? കാറ്റബോളിസം. മലയാളത്തിൽ കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറയും. ഇവിടെ എന്താ? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങളിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താ? പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം. എന്തൊക്കെ ചേരും? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വരുന്നുണ്ട്, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്തിൻ്റെ പ്രസൻസിലാ? ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്തുണ്ടാക്കും? ഗ്ലൂക്കോസ് ഉണ്ടാക്കും അല്ലേ? 2-3 സാധനങ്ങൾ ചേർന്നിട്ട് ഒറ്റ പ്രൊഡക്റ്റായി മാറുന്നു. ഇവിടെ സിന്തസിസ് ആണ്, നിർമ്മാണമാണ് നടക്കുന്നത്. നിർമ്മാണം. അടുത്തതോ കാറ്റബോളിസത്തിലെ വിഘടനമാണ്. പ്രോട്ടീൻ്റെ വിഘടനം അല്ലേ? പ്രോട്ടീൻ വിഘടിച്ചെന്താവുന്നു? അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. അപ്പോൾ ഈ കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.